السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ബലിപെരുന്നാൾ ദിവസം വിശ്വാസിയായ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്, ഒരു കർമ്മമാണ് ബലി അറുക്കുക, ഉളഹിയത്ത് അറുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന ഈ മഹത്തായ പ്രവർത്തനം നമ്മിൽ നിന്നും സ്വീകരിക്കപ്പെടാൻ ഉളഹിയത്ത് അറുക്കുന്ന വ്യക്തികൾ ധാരാളം വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, ഏതൊരു കർമ്മവും അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഉളഹിയത്തിന് വേണ്ടി ഒരു മൃഗത്തെ നിജപ്പെടുത്തുമ്പോൾ, നിർണയിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഉളഹിയത്ത് അറുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സുന്നത്തായ ഉളഹിയത്തിനെ അറുക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ സുന്നത്തായ ഉളഹിയത്തിൻ്റെ മൃഗമാണ് എന്ന നിലക്കുള്ള നിയ്യത്ത് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ നിയ്യത്ത് ചെയ്യുമ്പോൾ എൻ്റെ സുന്നത്തായ ഉളഹിയത്തിന് തന്നെ പ്രത്യേകം എടുത്ത് പറയണം, അതല്ലെങ്കിൽ എടുത്ത് അങ്ങനെ തന്നെ കരുതണം. അതല്ലാതെ ഞാൻ ഉളഹിയത്ത് എടുക്കാൻ കരുതുന്നു എന്ന് മാത്രം പറഞ്ഞാൽ അത് ഫർളായി മാറും. അപ്പോൾ ആ ഉളഹിയത്തിൻ്റെ മൃഗം അത് പൂർണ്ണമായും അതിൻ്റെ മാംസം വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ഒരിക്കലും അത് നൽകുന്ന വ്യക്തി അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്നവരോ അതിൻ്റെ മാംസം ഉപയോഗിക്കുക പാടില്ല എന്ന് ശരീഅത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ധാരാളം വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയും നമ്മോട് ഓർമ്മപ്പെടുത്തിയൊരു കാര്യം, മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മഹദി ഉമ്മി സലമ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ കാന ലഹു ദിബ്ഹുൻ യസ്ബഹുഹു, ഒരാൾ ഉളഹിയത്ത് അറുക്കാൻ ഒരാൾക്ക് സാധ്യമായി, സാമ്പത്തികമായി കഴിവുണ്ട്, വിശുദ്ധ ദീനുൽ ഇസ്ലാം ഉളഹിയത്ത് അറുക്കാൻ ഒരാൾക്ക് സുന്നത്താവണമെങ്കിൽ എന്തെല്ലാം നിബന്ധനകളുണ്ടോ അതെല്ലാം മേളിച്ച ഒരാൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പെരുന്നാൾ ദിവസം ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇവ കഴിച്ച് ബാക്കി എന്തുണ്ടെങ്കിലും അതുകൊണ്ട് ഉളഹിയത്ത് അറുക്കാനുള്ള സാമ്പത്തികമായ കഴിവുള്ളവൻ ഉളഹിയത്ത് അറുക്കണമല്ലോ. ആ രൂപത്തിലുള്ള സമ്പത്തൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹം ഉളഹിയത്ത് അറുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എങ്കിൽ ഫൈദാ ഉഹില്ല ഹിലാലു ദുൽഹിജ്ജ മാസം അത് പിറന്നാൽ, ദുൽഹിജ്ജ മാസം കണ്ടു കഴിഞ്ഞാൽ ഫലാ യഖുദന്ന മിൻ ശഅരിഹി വലാ മിൻ അദ്ഫാരിഹി ഷൈഅ ഹത്താ യുളഹിയ, അദ്ദേഹം ഈ ഉളഹിയത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ നഖം, അതുപോലെ തന്നെ ശരീരത്തിലെ രോമങ്ങൾ, അത് തലയിലെ രോമമാവട്ടെ, താടിയിലെ രോമമാവട്ടെ, മറ്റു ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുള്ള രോമങ്ങളാണെങ്കിലും ഇതൊന്നും നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഹത്താ യുളഹിയ, അദ്ദേഹം എന്നാണ് ഉളഹിയത്ത് അറുക്കുന്നത് ആ സമയം വരെ. ബലിപെരുന്നാൾ ദിവസം ഉളഹിയത്ത് അറുക്കാം, ശേഷമുള്ള അയ്യാമത്തെ ശരീക്കിൻ്റെ 3 ദിവസങ്ങളിലും ഉളഹിയത്ത് അറുക്കാം. അപ്പോൾ എന്നാണ് ഉളഹിയത്ത് അറുക്കുന്നത്, ഏത് സമയത്താണ്, അതുവരെ ഈ പറയപ്പെട്ടവ ശരീഅത്ത് നീക്കം ചെയ്യാതെ അത് ശരീരത്തിൽ തന്നെ ശേഷിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ പലർക്കും സംശയമുണ്ടാകും, ഉളഹിയത്ത് ഒരു ആ വീട്ടുകാരനാണ് അറുക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾ, മാതാപിതാക്കൾ തുടങ്ങിയവരും ഇതുപോലെ നഖവും മുടിയും മറ്റും നീക്കം ചെയ്യാതെ അവരും അങ്ങനെ തന്നെ നിൽക്കൽ സുന്നത്തുണ്ടോ? മഹാന്മാർ വിശദീകരിച്ചു, ഉളഹിയത്ത് അറുക്കുന്ന വ്യക്തിക്കാണ്, ആരാണോ ഉളഹിയത്ത് അറുക്കുന്നത് ആ വ്യക്തിക്കാണ് ഈ പറയപ്പെട്ട സുന്നത്തുള്ളത്. എന്നല്ലാതെ അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്നവർ ഇത് നഖവും മുടിയും മറ്റും നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളത് അവർക്ക് സുന്നത്തില്ല, അവരത് കളയുന്നതുകൊണ്ട് വിരോധവും ഇല്ല. ഇനി ഉളഹിയത്ത് അറുക്കാൻ ഉദ്ദേശിച്ച വ്യക്തി തന്നെ അദ്ദേഹത്തിന് ശക്തമായ പല്ലുവേദന വന്നു, ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആ പല്ല് പറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ വിധി എഴുതി, അതല്ലെങ്കിൽ തലയിലോ മറ്റുമൊക്കെ ചൊറിയോ പോലുള്ള രോഗം വന്നു, അവിടെയുള്ള രോമം നീക്കം ചെയ്യണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയാൽ അത് കളയുന്നതിന് വിരോധവും ഇല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉളഹിയത്ത് അറുക്കുന്ന വ്യക്തി പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് ആ ഉളഹിയത്തിൻ്റെ കർമ്മം പൂർണ്ണമായും അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് അമലുകളും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നിർവഹിക്കാനുള്ള ഇൽമും അതിനുള്ള ഇഖ്ലാസും അല്ലാഹു നമുക്ക് നൽകട്ടെ. എല്ലാം റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.